പ്രൈസ് ദി ലോർഡ്. ഇന്ന് ജൂലൈ 1 എൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരു വിഷയം തന്നത്. ഈ ജൂലൈ 1 ഈ മാസം മുഴുവനും ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്നും ഒരു പാട്ട് പാടണമെന്നും ഒരു സങ്കീർത്തനമൊക്കെ വായിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവം തോന്നിച്ചത് പ്രകാരം ഈ മാസം മുഴുവനും ദൈവം നമ്മളെ എല്ലാ വിഷയത്തിലും അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഒരു പാട്ട് പാടുന്നു, സങ്കീർത്തനം വായിക്കുന്നു, അതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. സെനയിലാധിപൻ ദേവനിലാദിയ ആശ്രയമേവനുണ്ടോ, ആയവനേവരിലും അതിധന്യൻ. സെനയിലാധിപൻ ദേവനിലാദിയ ആശ്രയമേവനുണ്ടോ, ആയവനേവരിലും അതിധന്യൻ. യാഗിൽ വാസമെന്തധികാമ്യം, യാഗിൽ വാസമെന്തധികാമ്യം. വാഞ്ചിച്ചു മോഹിക്കുന്നെന്നുള്ളം, ഘോഷിക്കുന്ന ഹൃദയം ജഡവും, ഘോഷിക്കുന്ന ഹൃദയം ജഡവും. സേനയിലാധിപൻ ദേവനിലാദിയ ആശ്രയമേവനുണ്ടോ, ആയവനേവരിലും അതിധന്യേ. സേനയിലാധിപൻ ദേവനിലാദിയ ആശ്രയമേവനുണ്ടോ, ആയവനേവരിലും അതിധന്യേ. കുരികിൽ തനിക്കൊരു വീടും മീവൽ പറവാതൻ കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. കുരികിൽ തനിക്കൊരു വീടും മീവൽ പറവാതൻ കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു കൂടും കണ്ടെത്തിയല്ലോ. നിന്തിരുബലിപീഠം തന്നെ, നിന്തിരുബലിപീഠം തന്നെ. ധന്യർ നിന്നാലയത്തിൽ വസിപ്പോർ, നിത്യം സ്തുതിക്കുമവർ നിന്നെ, നിത്യം സ്തുതിക്കുമവർ നിന്നെ. സേനയിലാധിപൻ ദേവനിലാദിയ ആശ്രയമേവനുണ്ടോ, ആയവനേവരിലും അതിധന്യേ. സേനയിലാധിപൻ ദേവനിലാദിയ ആശ്രയമേവനുണ്ടോ, ആയവനേവരിലും അതിധന്യേ. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും, താഴ്ച ഭവിക്കുകയില്ലെന്നോ. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നോ, താഴ്ച ഭവിക്കുകയില്ലെന്നും. ഈ വിധമുള്ള മനസ്സു
ദേവനിലധിക ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിതന്നെ സേനയിലധിപൻ ദേവനിലധിയായ ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിതന്നെ കണ്ണുനീർ താഴ്വരെ അതുവഴിയായവ ധ്യാനം ചെയ്യുമ്പോൾ ആയതു മാറും ജലാശയമാ. കണ്ണുനീർ താഴ്വരെ അതുവഴിയായവർ ധ്യാനം ചെയ്യുമ്പോൾ ആയതു മാറും ജലാശയമാ. മുൻമഴയനുഗ്രഹപൂർണമാകൂ മുൻമഴയനുഗ്രഹപൂർണമാകും പ്രാപിക്കും ബലമവർ ബലത്തിനുമേ ചെന്നെത്തുമേ വരും സിയോനിൽ ചെന്നെത്തുമേ വരും സിയോനിൽ സേനയിലധിപൻ ദേവനിലധിയായ ആശ്രയമേവനുണ്ടോ? ആയവരേവനിലും അതിതന്നെ സേനയിലധിപൻ ദേവനിലധിയായ ആശ്രയമേവനുണ്ടോ? ആയവനേവരിലും അതിതന്നെ സേനയിലധിപൻ ദേവനിലധിയായ ആശ്രയമേവനുണ്ടോ? ആയവരേവരിലും അതിതന്നെ. ഹല്ലേലൂയ. സ്തോത്ര സ്തോത്ര സ്തോത്രം. 84 സങ്കീർത്തനത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ മാസത്തെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് 84 സങ്കീർത്തനം തന്നെ വായിക്കാം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യസ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിൻ്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാവുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവയെ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ സങ്കീർത്തനത്തിൽ ഒരുപാട് ഭാഗ്യാവസ്ഥകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. കോരഹപുത്രന്മാർ എഴുതിയ സങ്കീർത്തനമാണല്ലോ. അവരുടെ ആ അനുഭവത്തിൽ അവർ പറയുന്നതാണ്, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിരന്തരമായിട്ട് അടുത്ത് വരുമ്പോൾ ആ കർത്താവിനെ സ്തുതി സ്തോത്രം കൊണ്ട് എപ്പോഴും പാടി സ്തുതിക്കുവാനിടയാകും. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നതിന് എന്നെ മഹത്വപ്പെടുത്തുന്നു.
ഈ ഭൂമിയിൽ കർത്താവ് ഇപ്പോൾ നമ്മളിൽ നിന്ന് യാതൊരു യാഗവും ആഗ്രഹിക്കുന്നില്ല. കാര്യം യേശുക്രിസ്തു എന്നേക്കുമായിട്ട് ഒരു യാഗം അർപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അർപ്പിക്കേണ്ട യാഗം സ്തോത്രം എന്ന യാഗമാണ്. അവൻ്റെ ആലയത്തിൽ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കുക. 5-ാം വാക്യത്തിൽ പറയുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ദൈവത്തിൽ നിന്ന് ബലം പ്രാപിച്ച മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവന് സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ദൈവസന്നിധാനത്തിൽ പെരുവഴികളുണ്ട് എന്നാണ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്. ഘോരഭൂതന്മാരുടെ ജീവിതാനുഭവം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അവരുടെ പിതാക്കന്മാർ അവരെ ദൈവസന്നിധിയിൽ വരുവാൻ കഴിയാതെ അവരെല്ലാവരെയും ദൈവം മോശയ്ക്കും അഹരോനും വിരോധമായി സംസാരിച്ച മുഖാന്തരം ഭൂമി പിളർന്ന് അവരെയെല്ലാം വിഴുങ്ങിക്കളഞ്ഞു. അവർക്ക് സമാഗമന കൂടാരത്തിലോ അടുത്തു വരുവാൻ കഴിയാത്ത ഒരു അനുഭവം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തും വിശുദ്ധ സ്ഥലത്തൊന്നും വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. ഘോരഭൂതന്മാരൊക്കെ ലേവി ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ കഴിയാതെ ദൈവം അവരെ ഒരു ശാപഗ്രസ്തരായി മാറ്റിയതാണ്. എന്നാൽ ഒരു സമയത്ത് അവരുടെ മക്കളൊക്കെയും ദൈവത്തിൻ്റെ ആ പ്രാകാരങ്ങളിൽ അടുത്തു വരുവാനും ആ ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം അവർ രുചിച്ചറിഞ്ഞപ്പോഴും അവർ പറയുകയാണ്, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവന് സിയോനിലേക്കുള്ള ഒരു പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വരുന്ന ദൈവമക്കൾ ഒരിക്കലും അല്ലെങ്കിൽ തിന്മ അനുഭവിക്കുകയല്ല, നന്മ അനുഭവിക്കുകയുള്ളൂ. അവർ അനുഗ്രഹിക്കപ്പെടും. അതിൻ്റെ 11-ാം വചനത്തിൽ വായിക്കുന്ന, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. ദൈവത്തിൻ്റെ ഒരു പ്രോമിസാണിത്. ഇത്രയും നമ്മളൊക്കെ ദൈവസന്നിധാനത്തിൽ കടന്നു വന്നവരാണല്ലോ. ഒരിക്കലും ദൈവം നമ്മുടെ നന്മയെ മുടക്കിയിട്ടില്ല. ആ ഘോരഭൂതന്മാരെ പോലെ നമുക്ക് ദൈവസന്നിധാനത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ചെല്ലുവാൻ ആഗ്രഹിക്കുകയും വാഞ്ചിക്കുകയും ചെയ്യണം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ള യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയം എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവ്, എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയെ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ഏറ്റവും ചെറിയ പക്ഷിയായ കുരുകില് ദൈവത്തിൻ്റെ യാഗപീഠത്തിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സകല വിഷയങ്ങളും ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ വെച്ചിട്ട് നമുക്ക് വിശ്രമിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ്. ആ ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ വിഷയങ്ങളെയും എല്ലാം വെച്ച് നമുക്ക് വിശ്രാമം എടുക്കണം. നമ്മൾ നമ്മുടെ ഭാരത്തെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഏൽപ്പിക്കുക. പിന്നെ സ്വാതന്ത്ര്യമായിട്ട് നമ്മുടെ മനസ്സിനെ ഫ്രീ ആക്കി കർത്താവ് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കാം. ഈ മാസത്തെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ 1 മിനിറ്റ് പ്രാർത്ഥിക്കാം. ദൈവമക്കളെല്ലാവരും എന്നോട് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. കടഭാരത്തിലായിരിക്കുന്നവരുടെ കടം മാറട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുമാറാണ്. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലടിയനടുത്ത് വരുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. രാജാതി രാജാവിന് സ്തോത്ര 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 സ്തോത്രം. കർത്താതി കർത്താവിന് സ്തോത്ര സ്തോത്രം. നിങ്ങൾ 2 പേര് ഐക്യമത്യപ്പെട്ട് എന്ത് പ്രാർത്ഥിച്ചാലും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. നിന്റെ വാഗ്ദത്ത വചനമായിരിക്കാൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധാനത്തിലേക്ക് അടുത്തു വരുന്നു. ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കർത്താവെ, അടിയനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അടിയനെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. കടഭാരമുള്ളവരുടെ കടമെല്ലാം മാറിപ്പോട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. കുടുംബജീവിതമെല്ലാം അനുഗ്രഹിക്കപ്പെട്ടെ. കുഞ്ഞുങ്ങളുടെ ഭാവിയെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലി കൊടുക്കുമല്ലോ. ഹല്ലേലൂയ, സ്തോത്ര 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 സ്തോത്രം. എല്ലാറ്റിലും ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്ര സ്തോത്ര സ്തോത്ര. യേശുവിൻ്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വളരെ നന്ദി കരയറ്റുന്നു. ലൈക്ക് ചെയ്യുന്നവർക്ക് നന്ദി കരയറ്റുന്നു. ഈ സേവകായി ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് നന്ദി കരയറ്റുന്നു. എല്ലാത്തിനായി സ്തോത്രം സ്തോത്രം.